ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിപ്പേരുള്ള കേരളത്തിൻ്റെ മണ്ണിലേക്ക് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരമായ ലയണൽ മെസ്സിയും ഇപ്പോഴത്തെ ഫിഫ റാങ്കിങ്ങിലെ 1-ാം സ്ഥാനക്കാരായ അർജൻറ്റീനയും എത്തുമെന്ന് തന്നെയായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് സംബന്ധമായ വാർത്ത. ഒക്ടോബർ-നവംബർ മാസത്തിലായിരിക്കും ലയണൽ മെസ്സിയും കൂട്ടരും അർജൻറ്റീനയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു സൗഹൃദ മത്സരം കളിക്കാൻ എത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ കാര്യം. ഇപ്പോഴത്തെ അർജൻറ്റീനയുടെ ഏതൊരു വാർത്തയും ഫുട്ബോൾ ലോകത്തേക്ക് ആദ്യമെത്തിക്കുന്ന ഗസ്താനെതുൾ ഉൾപ്പെടെയുള്ള മാധ്യമ ഏജന്റുമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് അർജൻറ്റീന 2025 കളിക്കാൻ പോകുന്നത് 3 സൗഹൃദ മത്സരങ്ങളായിരിക്കും. അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ ഒഫീഷ്യലായി ഇതിനെപ്പറ്റി കമൻ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അർജൻറ്റീന ഒക്ടോബർ മാസത്തിൽ കളിക്കാൻ പോകുന്നത് ചൈനയിൽ വെച്ചുള്ള മത്സരമായിരിക്കും. ചൈനയിൽ വെച്ച് 2 മത്സരങ്ങളാണ് അർജൻറ്റീന കളിക്കാൻ സാധ്യതയെന്നാണ് ഗസ്താനെതുൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നവംബർ മാസത്തിൽ ആഫ്രിക്കൻ കൺട്രിയായ അങ്കോളയിൽ വെച്ച് അങ്കോളയുമായിട്ടുള്ളൊരു മത്സരമാണ് അർജൻറ്റീന കളിക്കുന്നത്. 50ാമത്തെ ഇൻഡിപെൻഡൻസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് അങ്കോള അർജൻറ്റീനയെ ക്ഷണിച്ചിരിക്കുന്നത്. നവംബർ മാസത്തിൽ അർജൻറ്റീന കളിക്കാൻ പോകുന്ന 2ാമത്തെ സൗഹൃദ മത്സരം ഖത്തറുമായിട്ടാണ്. ഖത്തർ വേൾഡ് കപ്പ് 2022 ഫൈനൽ വേദിയായിരുന്ന ലൂസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും അർജൻറ്റീന വേഴ്സസ് ഖത്തർ ഫ്രണ്ട്ഷിപ്പ് മത്സരം നടക്കാൻ പോകുന്നത്. ഒക്ടോബർ-നവംബർ മാസത്തിൽ അർജൻറ്റീന കളിക്കാൻ പോകുന്ന സൗഹൃദ മത്സരങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയുടെ പേര് ഒരിക്കൽ പോലും വന്നിട്ടില്ല എന്നതാണ് കൗതുകകരമായ വാർത്ത.